മാത്രമല്ല ആകാര വടിവത്ത ഹണിറോസിനെ പോലെ ഓണർ എന്നോട് പറഞ്ഞു ബോച്ചെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാം, ഹണിറോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന്. ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാം, മാത്രമല്ല ഞാനാണെങ്കിൽ 1-2 നമ്പർ ഓഫ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിച്ചു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനമൊക്കെ എല്ലാവരും അറിഞ്ഞു, എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂപ്പർ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഇടനെഞ്ചിലൊരു വിങ്ങല്. കാരണം മൂപ്പർ നല്ല നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഈ അവസാനം ചൂരൽമലയിലും അതുപോലെ റഹീമിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പൊരുവേലത്ത് നടന്ന് യാചിച്ചിട്ട് ആ പണം സ്വരൂപിച്ചു കൊടുക്കാനൊക്കെ മുന്നിൽ നിന്ന വ്യക്തിയാണ്. നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം കൂടിയ ആളാണ് ഞാൻ. ഇതിനും വലിയ തമ്മാടത്തിന് വിളിച്ചു പറഞ്ഞിട്ടുള്ള PC ജോർജ് നബുംസൊക്കെ പുറത്തിറങ്ങി നടക്കണ്. അദ്ദേഹം ഒരു ഡബിൾ മീനിങ് പറഞ്ഞപ്പോൾ വാൺ ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു. പടച്ചോ അദ്ദേഹത്തിന് എല്ലാം കൊടുത്ത് അല്ലെ, സമ്പത്ത് കൊടുത്ത്, അപ്പനപ്പനായിട്ടുള്ള ഒരുപാട് ഭൂമി കൊടുത്ത്, എല്ലാ പണവും സ്വർണ്ണക്കടകളും ചായപ്പൊടിയും ലോട്ടറും എല്ലാം കൊടുത്ത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇത്രയും പൊളി മാനവസാനം ഇല്ല തോന്നുന്നുണ്ട്. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പത്മശ്രീന്റെ ഒരു കുറവും കൂടി ഉണ്ട്. അതും കൂടി കിട്ടിയാൽ അദ്ദേഹം പൂർണ്ണ തൃപ്തനായിരിക്കും. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിസ്കാർ കുപ്പായത്തിന്റെ ബാക്കിയ മക്കനെന്ന് പറഞ്ഞ മാതിരി രണ്ടും കണക്കാണ്. ഇയാൾ ഡബിൾ മീനിങ് പറഞ്ഞ് മറ്റോള് അവിടെ ആളുകളുടെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും പറയത്തക്ക രീതിയിലുള്ള ഒരു സിനിമ ഒന്നും ഹണിറോസിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലേക്ക് വരുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം ഈ ഡബിൾ മീനിങ് ഒഴിവാക്കിയിട്ട് ജയിലിൽ നിന്ന് പുറത്തു വരട്ടെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, എന്നും ബോച്ച ഇടനെഞ്ചിലുണ്ടാവും.